ഇനി നമുക്ക് അടുത്ത ഫ്രേസ് നോക്കാം. അടുത്ത ഫ്രേസ് ടു ഗെറ്റ് യൂസ് ടു. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ടു ഗെറ്റ് യൂസ് ടു പ്ലസ് വേർബ് ing or to get used to plus noun or pronoun. ഓക്കെ, ഒരു കാര്യം ഗെറ്റ് യൂസ് ടു ഏത് ടെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഗെറ്റ് യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പുതിയ കാര്യം ശീലമാക്കുന്നതിനെ കുറിച്ചുള്ള പ്രക്രിയയെക്കുറിച്ച് പറയാനാണ്. അതായത് to describe the process of becoming familiar or accustomed to something or someone, to get habituated to something, or to describe a change in what we are accustomed to. ഇനി നമുക്ക് ഗെറ്റ് യൂസ് ടുവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അല്ലേ. നമ്മൾ ആദ്യത്തെ ഉദാഹരണം, അറ്റ് ഫസ്റ്റ് ഐ ഡിഡ് നോട്ട് ലൈക്ക് stretching after running, but I got used to it. ഞാൻ മുമ്പ് പറഞ്ഞു ഈ ഗെറ്റ് യൂസ് ടു 3 ടെൻസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ് അല്ലേ. ഇത് ഒരു പാസ്റ്റ് ടെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം. ഇവിടെ ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്, അതിനുശേഷം വരുന്നതോ ഒരു പ്രോനൗൺ, അതായത് ഇറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഐ ആം ഗെറ്റിംഗ് യൂസ് ടു പബ്ലിക് സ്പീക്കിംഗ്. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് പ്രസന്റ് ടെൻസിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണം. അതിന് ശേഷം വരുന്നതോ ഒരു നൗൺ. ഓക്കെ, അതായത് പബ്ലിക് സ്പീക്കിംഗ് എന്ന നൗൺ. ഓക്കെ, നമുക്കിനി അടുത്ത സെന്റൻസ് നോക്കാം. ഐ ഹോപ്പ് I will get used to driving in London soon. ഇത് ഫ്യൂച്ചർ ടെൻസിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണം അല്ലേ. അതിനുശേഷം വരുന്നതോ വെർബ് ing ഫോമായ ഡ്രൈവിംഗ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബി യൂസ് ടു ആണ്. നമ്മൾ നേരത്തെ ഗെറ്റ് യൂസ് ടു പഠിച്ചു കഴിഞ്ഞു. അതിൽ ഗെറ്റ് യൂസ് ടു നമ്മൾ പറയുന്നത് ഒരു പുതിയ കാര്യം ശീലമാക്കുന്നതിനെ പറ്റിയുള്ള പ്രോസസ്സിനാണ്, ആ പ്രക്രിയയാണ്. പക്ഷേ ബി യൂസ് ടു എന്ന് പറഞ്ഞാൽ ആ പ്രക്രിയയുടെ അവസാനമുള്ള ആ ഒരു കാര്യം നേടിയതിൻ്റെ ഇതിനെ പറ്റി പറയാനാണ് ബി യൂസ് ടു എന്ന് പറയാം. ഓക്കെ, ഗെറ്റ് യൂസ് ടു ഈസ് ദി പ്രോസസ് ആൻഡ് ബി യൂസ് ടു ഈസ് ദി റിസൾട്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ബി യൂസ് ടു plus verb ing or to be used to plus noun or pronoun. Okay, be used to നമ്മൾ ഉപയോഗിക്കുന്നത് to describe things we are accustomed to describe things we are comfortable with, to describe things that are നോർമൽ ഫോർ us. ഗെറ്റ് യൂസ് ടു പോലെ തന്നെ ബി യൂസ് ടു എല്ലാ ടെൻസുകളിലും ഉപയോഗിക്കാവുന്നതാണ്. അതായത് പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അല്ലേ ബി യൂസിന് വേണ്ടിയുള്ള. നമ്മൾ ആദ്യത്തെ ഉദാഹരണം, when she started waitressing she was not used to carrying trays of drinks. അവൾക്ക് ട്രേസ് ക്യാരി ചെയ്ത് ശീലമില്ലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഇതിൽ ഞാൻ മുമ്പേ പറഞ്ഞു ബി യൂസ്ഡിന് 3 ടെൻസും പറ്റും. അതായത് പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് അല്ലേ. അപ്പോൾ ഇതിൽ ഇത് പാസ്റ്റ് ടെൻസിൻ്റെ ഒരു കേസാണ് അല്ലേ. ഇത് വാസിൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ടെൻസിനാണ് അല്ലേ. പിന്നെ ക്യാരിയിങ് എന്ന് പറഞ്ഞാൽ verb ing or gerund അല്ലേ. ഓക്കെ, നമുക്കിനി അടുത്ത സെൻറ്റൻസ് നോക്കാം അല്ലേ. ഐ ലിവ് ഇൻ കൺട്രി സൈഡ് സോ ഐ ആം യൂസ്ഡ് ടു മഡ്. ഞാൻ നാട്ടുപുറത്താണ് ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഐ എം യൂസ്ഡ് ടു മഡ്, എനിക്ക് ചളി എനിക്ക് ശീലമാണ് എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ
പ്രസൻറ്റ് ടെൻസ് ആണ് ഇതിൽ വരുന്നത്. ഐ ആം ആൻഡ് പിന്നെ യൂസ് ടു ഫോളോഡ് ബൈ മഡ്. മഡ് ഒരു നൗൺ ആണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. മൈ സിസ്റ്റർ ഈസ് അനോയിങ് ബട്ട് ഐ ആം യൂസ്ഡ് ടു ഹെർ. ഓക്കെ, ഇത് ഒരു പ്രസൻറ്റ് ടെൻസിൻ്റെ കേസാണ്. ഐ ആം ആൻഡ് ഫോളോഡ് ബൈ ഹെർ വിച്ച് ഈസ് എ പ്രോനൗൺ. അതൊരു പ്രോനൗൺ ആണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ്, സൂൺ ഐ വിൽ ബി യൂസ്ഡ് ടു പബ്ലിക് സ്പീക്കിംഗ്. ഞാൻ പെട്ടെന്ന് തന്നെ പബ്ലിക് സ്പീക്കിങ്ങിൽ യൂസ്ഡ് ആവും, അതായത് ശീലമാവും എന്നാണ് യഥാർത്ഥം. അത് ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലേ. ഓക്കെ, ഫോളോഡ് ബൈ നൗൺ വിച്ച് ഈസ് പബ്ലിക് സ്പീക്കിംഗ്.